ഫോണിൽ റേഞ്ച് ഇല്ലാത്ത നേരത്തോ അല്ലെങ്കിൽ ബാങ്കിന്റെ സെർവർ പണിമുടക്കുമ്പോഴോ വരുന്ന ഒരു OTP അത് വരാൻ വൈകുന്ന ഓരോ സെക്കൻഡും നമുക്കൊരു ടെൻഷനാണല്ലേ. പ്രത്യേകിച്ച് ബിഗ് ബില്യൺ ഡേയ്സ് പോലുള്ള സെയിലുകളിൽ ഇഷ്ടപ്പെട്ട സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാൻ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ടെൻഷനായിരിക്കും. പക്ഷെ ഇതാ ആ OTP കാലം അവസാനിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ശീലിച്ച ആ ഒരു രീതിക്ക് വലിയൊരു മാറ്റം വരുന്നു. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ സാധനങ്ങൾ വാങ്ങുന്നവരാണോ എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ ഇനി പേയ്മെന്റ് നടത്താൻ OTPക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. പകരം നിങ്ങളുടെ മുഖം ഒന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ വിരലടയാളം ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഫേസ് ID, ഫിംഗർ പ്രിന്റ്, സംഗതി സിമ്പിളാണ്. സാധാരണ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്നത് പോലെ അത്രയും വേഗത്തിൽ പണം അടച്ചു തീർക്കാം. ആക്സിസ് ബാങ്കും ഫ്ലിപ്കാർട്ടും പേയും ഒക്കെ ചേർന്നാണ് ഈ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് വെറും ഒരു സൗകര്യമല്ലേ എന്ന്. പക്ഷെ ഇതിന് പിന്നിൽ അതിലും വലിയൊരു സുരക്ഷാ വശമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തിനാണ് നമുക്ക് ഈ OTP വരുന്നത്? അതൊരു സുരക്ഷാ കവചമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇന്ന് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധവും ഈ OTP തന്നെയാണ്. OTP ചോദിച്ചു വാങ്ങുന്നതും സിം സാപ്പ് ചെയ്യുന്നതുമൊക്കെ നമ്മൾ എത്രയോ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇവിടെയാണ് ബയോമെട്രിക് സിസ്റ്റത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ബയോമെട്രിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ പേയ്മെന്റ് നടക്കൂ. അതായത് ഫിസിക്കലായി നിങ്ങൾ തന്നെ അവിടെ വേണം. സിം കാർഡ് ക്ലോൺ ചെയ്താലോ മെസ്സേജ് ഹാക്ക് ചെയ്താലോ ഒന്നും ഇനി തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ പണം കൊണ്ടുപോകാൻ കഴിയില്ല. ഒരാൾ തന്റെ തിരക്കിനിടയിൽ രാത്രി വീട്ടിലിരുന്ന് ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അവസാന നിമിഷം പേയ്മെന്റ് പേജിലെത്തുമ്പോൾ OTP വരുന്നില്ല. കയ്യിലുള്ള ഫോണിൽ റേഞ്ച് കുറവാണ്. അപ്പോൾ വരുന്ന ഒരു നിരാശ ഇനിയുണ്ടാകില്ല. ഈ ഒരു മാറ്റം ശരിക്കും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് OTP മെസ്സേജുകൾ വായിക്കാനും ടൈപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും. അവർക്ക് ആകെ വേണ്ടത് ഫോണിന്റെ സെൻസറിൽ ഒന്ന് വിരൽ വെക്കുക എന്നത് മാത്രമാണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. RBI എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പേയ്മെന്റുകൾ കൂടുതൽ സുരക്ഷിതമായിരിക്കണം, അതേസമയം അത് ലളിതവുമാകണം. ഇത് കൃത്യമായി ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ പേയ്മെന്റ്സ് പാക്ക് പവർ ചെയ്യുന്നത് പേയു എന്ന കമ്പനിയാണ്. ഇഷ്യൂവർ സൈഡിൽ വിപ്മോയും കൂടെയുണ്ട്. ഇവർ ചെയ്യുന്നത് വെറും ഒരു ഫോട്ടോ വെരിഫിക്കേഷൻ മാത്രമല്ല, എൻക്രിപ്റ്റഡ് ഡിവൈസ് ബൈൻഡിംഗ് എന്ന സാങ്കേതിക വിദ്യ കൂടി ഇതിലുണ്ട്. അതായത് നിങ്ങളുടെ ഫോൺ ഒരു വിശ്വസ്തമായ ഡിവൈസ് ആണെന്ന് സിസ്റ്റം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സംരംഭങ്ങൾക്കും രണ്ട് വശങ്ങൾ കാണും. ആദ്യത്തെ കാര്യം, ഇതൊരു തുടക്കം മാത്രമാണ്. നിലവിൽ ആക്സിസ് ബാങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭിക്കുന്നത്. നിങ്ങളുടെ ഫോണിന്റെ OSൽ ഈ ബയോമെട്രിക് സെറ്റിംഗ്സ് എനേബിൾ ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഉടനെ തന്നെ ഇത് കിട്ടിത്തുടങ്ങില്ല. അതുകൊണ്ട് OTP പൂർണ്ണമായും മറന്നു കളയാനും സമയമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം സ്വകാര്യതയാണ്. നമ്മളൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് നമ്മുടെ ബയോമെട്രിക് ഡേറ്റ കൈമാറുകയാണ് എന്ന് പലർക്കും ആശങ്കയുണ്ടാകാം. സത്യം പറഞ്ഞാൽ ഈ ഡേറ്റ ഫ്ലിപ്കാർട്ടോ ബാങ്കോ സ്റ്റോർ ചെയ്യുന്നില്ല. പകരം നിങ്ങളുടെ ഫോണിലുള്ള സെക്യൂരിറ്റി ലെയർ ഉപയോഗിച്ച് അത് വെരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നമ്മളെപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു വശം നോക്കിയാൽ ഫ്ലിപ്കാർട്ടിന് ഇത് വലിയൊരു ലാഭമാണ്. സാധാരണ ഈ പേയ്മെന്റ് പേജിൽ എത്തുമ്പോൾ പണം അടയ്ക്കാൻ വൈകുന്നത് കൊണ്ടോ മെസ്സേജ് വരാത്തത് കൊണ്ടോ പലരും പർച്ചേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട്. ഇതിനെയാണ് അബാൻഡഡ് കാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ സിസ്റ്റം വരുന്നതോടെ ഇത്തരം തടസ്സങ്ങൾ കുറയും, ട്രാൻസാക്ഷനുകൾ വേഗത്തിൽ നടക്കും. ഇതോടെ വിപണിയിൽ ഫ്ലിപ്കാർട്ടിന് ഒരു മുൻതൂക്കം ലഭിക്കാനും സാധ്യതയുണ്ട്. ആമസോൺ പോലുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളും വൈകാതെ ഈ വഴിയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മത്സരം എപ്പോഴും നല്ലതാണ്. ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാൻ ഇത് കാരണമാകും. ഇന്ന് ആക്സിസ് ബാങ്ക് ആണെങ്കിൽ നാളെ ഇത് നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് ബാങ്കുകളിലേക്കും വരാം. ഇത് നമ്മൾ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു മാറ്റമാണ്. കാരണം നമ്മുടെ പണം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇവിടെ മാറുന്നത്. പണം ചെലവാക്കുന്നത് ഇത്ര എളുപ്പമാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും എന്നൊരു തമാശയും ഇതിലുണ്ട്. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ക്ലിക്ക് ചെയ്താൽ പണം പോയി. OTPക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കുറച്ച് സമയം നമുക്ക് ആലോചിക്കാൻ ഇനി കിട്ടില്ല. ഈ മാറ്റം വലിയൊരു വിപ്ലവത്തിന്റെ തുടക്കമാകുമോ? തീർച്ചയായും ഫിൻടെക് രംഗത്ത് ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാണ്. UPI കൊണ്ടുവന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കാർഡ് പേയ്മെന്റുകളിലും ഇത്തരം പരിഷ്കാരങ്ങൾ വരുന്നത് സ്വാഗതാർഹമാണ്. നിങ്ങളുടെ ഫോൺ തന്നെയാണ് നിങ്ങളുടെ സുരക്ഷാ കവചം. അത് കൈമാറാത്ത കാലത്തോളം നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആണ്. ഈ ഒരു പുതിയ രീതിയെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? OTP തന്നെയാണ് സുരക്ഷിതം എന്ന് നിങ്ങൾ കരുതുന്നവരാണോ? അതോ ഈ ഒരു പുതിയ മാറ്റം പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും ഡിജിറ്റൽ ലോകം മാറുകയാണ്, നമ്മളും അതിനൊപ്പം മാറേണ്ടി വരും. ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ നമ്മുടെ പണമിടപാടുകൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കട്ടെ. ഈ സാങ്കേതിക വിദ്യകളൊക്കെ വരുമ്പോഴും നമ്മുടെ സൈബർ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഫോൺ ലോക്ക് ചെയ്ത് വെക്കാനും അപരിചിതർക്ക് നൽകാതിരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കണം. പുതിയ രീതികൾ വരുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കുക.